ഹലോ സുഹൃത്തുക്കളെ, ഇതിവിടെ കണ്ട ഒരുപാട് പഗോഡകൾ. ഈ പഗോഡകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ തിബറ്റൻസിൻ്റെ, അതായത് തിബറ്റൻ മൊണാസ്ട്രികളുടെയൊക്കെ ഭാഗത്ത് പോയി കഴിഞ്ഞാൽ നിറയെ ഇതേമാതിരത്തെ പഗോഡകൾ കാണും. കണ്ട ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഗോഡകൾ കൊണ്ട് ഒരു മതിൽ തന്നെ പണിതെന്ന് വെച്ചെന്ന് പറയാം. അത്രയധികം പഗോഡകളാണ് ഈ ഒരു സ്ഥലത്തുള്ളത്. ഞങ്ങളിപ്പോൾ ഉള്ളത് കാസയിലാണ്, അതായത് ഹിമാചൽ പ്രദേശിലെ കിനോർ ഡിസ്ട്രിക്റ്റിലാണ് ഈ കാസ വരുന്നത്. അവിടെയാണ് ഞങ്ങൾ അവിടെ ഒരു കാസ മൊണാസ്ട്രി കാണാൻ വേണ്ടി വന്നിട്ടുള്ളതാണ്. ഈ കാസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ചൈനീസ് ബോർഡറാണ്, അതായത് പണ്ടത്തെ തിബറ്റാണ്. ഈ മലയുടെ അപ്പുറ സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിബറ്റാണ്. പണ്ട് ഈ ചൈനീസ് അധിനിവേശം ഉണ്ടായപ്പോൾ തിബറ്റൻസൊക്കെ ഒരുപാട് കണ്ട് ഇന്ത്യയിലേക്ക് കയറിയിട്ടുണ്ട്, ഈ മലകളൊക്കെ ചാടി കയറിയിട്ടേ. അപ്പോൾ ഞങ്ങൾ ഈ ഒരു കാണുന്ന ഒരു മൊണാസ്ട്രി കാണാനാണ് ഇപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത്. ഈ മൊണാസ്ട്രിയുടെ പേരാണ് കാസ മൊണാസ്ട്രി. കാസ എന്ന് പറഞ്ഞാൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ്. ഇതാ കണ്ട മറ്റൊരു പഗോഡ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കണം. കുറച്ചുകൂടി വലിയൊരു പഗോഡയാണ്, ചുറ്റും പെയിൻ്റൊക്കെ അടിച്ചിട്ടുള്ള മനോഹരമായിട്ടൊരു പഗോഡ. അതിൻ്റെ അപ്പുറത്ത് വളരെ മനോഹരമായിട്ട് മഞ്ഞ് നിറഞ്ഞ് കിടക്കുന്ന മലകളും നമുക്ക് കാണാൻ പറ്റുന്നുള്ളതാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ. പിന്നെ കണ്ട ഈ ഒരു എൻട്രൻസ്, ഇതിൻ്റെ ഗേറ്റാണിത്. ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുന്ന ഇവിടെ അധികം ആൾക്കാരൊന്നുമില്ല, വിസിറ്റേഴ്സൊന്നുമില്ല. ഞാനും എൻ്റെ ഫ്രണ്ട്സാണ്, ഞങ്ങൾ 2-3 പേര് മാത്രമേ ഉള്ളൂ. പിന്നെ കണ്ട ഇവിടെ നല്ല നായക്കൾ കണ്ട, നമ്മളെ നാട്ടിലെ നാടൻ പട്ടികൾ, അല്ല വെച്ചെങ്കിൽ തെരുവ് നായക്കൾ എന്നൊക്കെ പറയണ മാതിരി ഈ ഹിമാചൽ പ്രദേശിൽ തന്നെ നമ്മൾ എവിടെ നോക്കിക്കഴിഞ്ഞാലും ഇങ്ങനത്തെ ഒരുപാട് നല്ല നായക്കൾ. ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ നാട്ടിലെങ്കിൽ ഇങ്ങനത്തെ നായകൾക്ക് 25,000-30,000 റുപ്യൊക്കെ കൊടുക്കേണ്ടി വരും. അങ്ങനത്തെ നായകളാണ് ഇവിടെ ഈ തെരുവ് നായക്കളായിട്ട് കാണാൻ പറ്റുക. അതാ കണ്ട മറ്റൊരുതം കിടക്കുന്ന കറുത്തിട്ടുള്ള വളരെ മനോഹരനായിട്ടുള്ളൊരു അടിപൊളി നായ കിടക്കണ നോക്കിയാൽ കണ്ട. പക്ഷെ ഒരു പ്രശ്നക്കാരനൊന്നുമല്ല കേട്ടോ, നമ്മളൊന്നും ഒരു മൈൻഡ് ചെയ്യണമെന്നില്ല അവനൊന്നും. ഒരു കുഴപ്പം കാണിക്കാത്ത നല്ല നായകളാണ്. ഇപ്പോൾ ഞാനുള്ളത് കാസ മൊണാസ്ട്രിയിലാണ്. ഇത് ഹിമാചൽ പ്രദേശിൽ കാസ വില്ലേജിലാണ് ഈ ഒരു കാസ മൊണാസ്ട്രി ഉള്ളത്. ഇപ്പോൾ ഈ മൊണാസ്ട്രിയിൽ ആരും കാണുന്നൊന്നുമില്ല, കാരണം ഇവിടെ ഇപ്പോൾ നേരം വെളുത്തിട്ടുള്ളൂ. ബുദ്ധ സന്യാസിമാരെ അല്ല ചെങ്ങ അങ്ങനെയുള്ള ആൾക്കാരെ ആരും കാണുന്നൊന്നുമില്ല. നമുക്ക് എന്തായാലും ഇവിടെയൊക്കെ ഒന്ന് കയറി നോക്കാം, അതിൻ്റെ ഉള്ളിലെ കാഴ്ചകളും കാര്യങ്ങളും കാണാം. ഈ കാസ മൊണാസ്ട്രി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാസ സിറ്റിയിൽ തന്നെയാണ്. കാസ സിറ്റി എന്ന് പറഞ്ഞാൽ അത്ര വലിയ സിറ്റി ഒന്നുമല്ല കേട്ടോ, ചെറിയൊരു സ്ഥലം. ആകെ ഒരു 3000 ഉള്ളൂ ഇവിടുത്തെ ജനസംഖ്യ. പക്ഷേ ഈ മൊണാസ്ട്രി വലിയൊരു മൊണാസ്ട്രിയാണ്. പിന്നെ അതുമാത്രമല്ല, അതിൻ്റെ അടുത്ത് കണ്ട വലിയ ബിൽഡിങ്ങുകളൊക്കെ ഉണ്ട്. ഈ മൊണാസ്ട്രിനോട് ബന്ധപ്പെട്ടുള്ള ബുദ്ധ സന്യാസിമാരൊക്കെ താമസിക്കുന്ന സ്ഥലങ്ങളൊക്കെയാണ് ഈ കാണുന്ന വലിയ ബിൽഡിങ്ങുകളൊക്കെ. പക്ഷേ ഇപ്പോൾ തൽക്കാലം ഇതിൻ്റെ ഉള്ളിൽ ഒരു സന്യാസിനെ പോലും കാണുന്നില്ല. ഇപ്പോൾ ഞങ്ങൾ ജസ്റ്റ് നേരത്തെ എത്തിയേക്കാണ്, ഒരു 8 മണിയൊക്കെ ആയിട്ടുള്ളൂ. ഇവിടെ ഇപ്പോൾ ഭയങ്കര തണുപ്പാണ്. കാരണം ഇത് നിൽക്കുന്നത് ഏകദേശം ഒരു 12,000 അടി ഹൈറ്റിലാണ് ഇപ്പോൾ ഈ ഒരു കാസ മൊണാസ്ട്രി ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ നല്ല തണവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല തണവ് തന്നെയാണ്, മൈനസിലാണ് ഇപ്പോൾ ഉള്ളത്. പിന്നെ ഈ മൊണാസ്ട്രിക്ക് ചുറ്റും ഇതേമാതിരി ഭയങ്കര മലകളാണ്, അതായത് പുല്ലുപോലും മുളയ്ക്കാത്ത കുറേ മലകളും, അതേമാതിരി അതിനപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ മഞ്ഞുമലകളാണ്. അതുകൂടാതെ ഇതിൻ്റെ ഏറ്റവും ഹൈറ്റ്സിൽ കണ്ട ഒരു ബുദ്ധൻ്റെ വലിയൊരു പ്രതിമ ഉണ്ട്. പക്ഷേ അങ്ങോട്ട് കയറി അതിൻ്റെ തൊട്ടടുത്ത് നിന്നിട്ട് വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനൊന്നും പറ്റില്ല, കാരണം വെച്ചെങ്കിൽ ഓക്സിജൻ കണ്ടൻറ്റ് ഇവിടെ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ നടക്കുമ്പോഴൊക്കെ നന്നായിട്ട് കിതയ്ക്കും. അങ്ങനെയുള്ള ആൾ ഇപ്പോൾ അതിൻ്റെ മുകളിലേക്ക് കയറുക തന്നെ അത്ര എളുപ്പമല്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ നിന്ന് ഫോക്കസ് ചെയ്ത് കാണിക്കുന്നു എന്ന് മാത്രം. അപ്പോൾ നമുക്ക് മൊണാസ്ട്രി കാണാനുള്ള യാതൊരു വകുപ്പില്ല, കാരണം ഇവിടെ അടച്ചിട്ടേക്കുന്ന ആരുമില്ല. അപ്പോൾ ഇവിടെ നിന്ന് വിടുകയാണ് നമ്മൾ. ഈ കാസ അല്ലച്ച കൽപ്പ എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങൾ ഏകദേശം ഒരു 11,000-12,000 അടി ഹൈറ്റിൽ കൂടെയാണ് ഇങ്ങോട്ടൊക്കെ യാത്ര ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ചുറ്റും നമുക്ക് കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ മഞ്ഞ് നിറഞ്ഞ് കിടക്കണ മലകളാണ്. ഇപ്പോൾ ഞങ്ങൾ വന്നിട്ടുള്ളത് ഒരു മെയ് മാസമായ കാരണം ഇപ്പോൾ അത്രയധികം മഞ്ഞില്ല, മഞ്ഞൊക്കെ ഉരുകി പോയേക്കാണ് ഞങ്ങൾ പോണ വഴിയിലൊക്കെ. ഇപ്പോൾ വിൻ്റർ സീസണിലൊക്കെയാണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഏരിയയിലേക്കൊന്നും കടക്കാൻ പറ്റില്ല, അത്രയധികം മഞ്ഞ് നിറഞ്ഞ് കിടക്കുന്ന സ്ഥലങ്ങളാണ് ഈ കാണുന്നതൊക്കെ. വിൻ്റർ സീസണൊക്കെ ആയി കഴിഞ്ഞാൽ അധികം ഇവിടെയുള്ള ഈ ടിബറ്റൻസൊക്കെ അധികം കുറച്ചുകൂടി താഴ്ന്ന സ്ഥലത്തേക്ക്, അതായത് മഞ്ഞ് കുറവുള്ള സ്ഥലത്തേക്ക് ഹിമാചൽ പ്രദേശിൻ്റെ തന്നെ മറ്റു ഭാഗങ്ങളിലേക്ക് പോവുകയാണ് ചെയ്യുക. ഇപ്പോൾ ഇവിടെ മെയ് മാസമായ കാരണം ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ മഞ്ഞൊക്കെ ഒന്ന് ഒഴിഞ്ഞ് കുറച്ച് നല്ല കാലാവസ്ഥയാണ്. നല്ല കാലാവസ്ഥയാണെന്ന് വെച്ചാൽ നമുക്ക് സംബന്ധിച്ചത് ഭയങ്കര തണവാണ്, പക്ഷേ ഇവർക്ക് ഇത് അത്ര വലിയ തണവായിട്ട് ഫീൽ ചെയ്യില്ല. ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു -1 ഇപ്പോൾ ഉള്ള തണവ് തന്നെ. അപ്പോൾ മഞ്ഞ് സീസണിൽ അല്ലാച്ച വിൻ്റർ സീസണിൽ ഒന്നും പറയേണ്ടതുണ്ടാവില്ല, അത്രയും തണവാകും. ഇപ്പം ഇനി നമ്മൾ കാണുന്നത് ആ കാണുന്ന സ്ഥലത്തേക്കാണ് പോണത്. അതാണ് കോമിക് വില്ലേജ്. അവിടെ ഒരു കോമിക് മൊണാസ്ട്രി ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ കോമിക് മൊണാസ്ട്രിയും കോമിക് വില്ലേജും കാണാൻ പോവുകയാണ് അടുത്തത്. ഈ കോമിക് വില്ലേജിന് ചുറ്റും ഇപ്പോഴും മഞ്ഞ് നിറഞ്ഞ് കിടക്കുന്ന സ്ഥലങ്ങൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ കാറ് പാർക്ക് ചെയ്യാം. ഇവിടെ ഇപ്പോൾ അത്രയധികം ടൂറിസ്റ്റുകളെ അല്ലച്ച സന്യാസിമാരെയൊന്നും കാണുന്നില്ല കേട്ടോ. എന്തായാലും കാറ് പാർക്ക് ചെയ്യും. ഈ മൊണാസ്ട്രിയുടെ മുകളിൽ കയറി നിന്നാൽ കാണുന്ന കാഴ്ച കേട്ടോ. കണ്ട കുറച്ച് ടൂറിസ്റ്റുകളൊക്കെ വരുന്നുണ്ട്, കുറച്ച് മലയാളികളാണെന്ന് തോന്നുന്നുണ്ട്, ഒരു 4-5 ആൾക്കാരെ കാണുന്നുണ്ട്.
ഒരു പുല്ല് പോലും മുളയ്ക്കാത്ത സ്ഥലമാണ്. കാരണം വെച്ചെങ്കിൽ ഇവിടെ ഈ പറഞ്ഞ മാതിരി ഓക്സിജൻ കണ്ടന്റ് വളരെ കുറവായിരിക്കും. 15,000 അടി ഹൈറ്റിലുള്ള ഒരു മൊണാസ്ട്രിയുടെ മുകളിലാണ് ഞങ്ങളുള്ളത്. അതായത് കാസയിൽ കിന്നോർ ഡിസ്ട്രിക്ട്, അതായത് ഹിമാചൽ പ്രദേശിലെ കിന്നോർ ഡിസ്ട്രിക്റ്റിലാണ് ഈ ഒരു മൊണാസ്ട്രി ഉള്ളത്. കോമിക് മൊണാസ്ട്രി എന്നാണ് ഇതിൻ്റെ പേര്. ഇത് 15,000 അടി ഹൈറ്റിലാണ് ഈ ഒരു മൊണാസ്ട്രി ഉള്ളത്. കണ്ട ഭയങ്കര തണവാണ്, ഓക്സിജൻ കണ്ടൻ്റൊക്കെ കുറച്ചൊരു കുറവാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ കുറച്ച് പ്രായമുള്ള ആൾക്കാർക്കൊക്കെ ഓക്സിജൻ്റെ പ്രശ്നം ഉണ്ടാവും. പിന്നെ 2 ദിവസം ഇവിടെ ഹോട്ടലിലൊക്കെ താമസിച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നം സോൾവ് ചെയ്യാൻ പറ്റും. അതാണ് മൊണാസ്ട്രി. ഒരു പഴയ മൊണാസ്ട്രിയാണ്. കണ്ട എന്താണ് മറ്റൊരു സംഭവം അവിടെ ഇരിക്കുന്നുണ്ട്. ഇതിന് ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ കാണുന്ന കാഴ്ച കണ്ട ഫുള്ളായിട്ട് മഞ്ഞ് മൂടി കിട്ടുന്ന സ്ഥലം. അപ്പോൾ അത് കണ്ട വലിയ മൊണാസ്ട്രിയാണ്, പഴയ മൊണാസ്ട്രി. ഇതിൻ്റെ ചുറ്റും നോക്കിയൊക്കെ മഞ്ഞ് നിറഞ്ഞ് കിടക്കണ അടിപൊളി സ്ഥലം. കണ്ട അധികം ടൂറിസ്റ്റുകളും ഇല്ല. ഈ ബുദ്ധസന്യാസിമാരെയൊന്നും തീരെ കാണുന്നില്ല. അതെന്താണ് ഇങ്ങനെയുള്ളതെന്ന് മനസ്സിലാവുന്നില്ല. കാരണം പൊതുവെ ഇവരൊക്കെ കാണണ്ട, ഒരാളെയും കാണുന്നില്ല അതിൻ്റെ ഉള്ളിലും പുറത്തൊന്നും ആരും ഇല്ല എന്നുള്ള. ഈ ടൂറിസ്റ്റുകൾ മാത്രമാണ് ഇവിടെ കാണുന്നുള്ളൂ. ഇനിയിപ്പോൾ ആ വീടുകളിൽ ആ ബിൽഡിങ്ങുകളിലൊക്കെ ഉണ്ടാകുന്നറിയില്ല. അതാണ് കോമിക് മൊണാസ്ട്രി. നമ്മൾ ഈ കൽപ്പ കാസ എന്നൊക്കെ പറഞ്ഞാൽ ഈ ഒരു ഏരിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 12,000 14,000 അടി ഹൈറ്റിലുള്ള സ്ഥലങ്ങളാണ് ഈ പറഞ്ഞ കാസയും കൽപ്പയൊക്കെ. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം എവിടെ നോക്കിയാലും നമുക്ക് ഇതേമാതിരി ചെറുതും വലുതുമായിട്ടുള്ള മൊണാസ്ട്രികളും അല്ലാച്ചെങ്കിൽ ചെറിയ ഈ തിബറ്റൻസിൻ്റെ ചെറിയ വില്ലേജുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതേസമയം മറ്റ് നമ്മളെ ഇന്ത്യൻസ് അല്ലാച്ചെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർ ഇവിടുത്തെ അവരുടെ വില്ലേജുകളോ അല്ലാച്ചെങ്കിൽ അവരുടെ ക്ഷേത്രങ്ങളോ പള്ളികളോ മറ്റുള്ള മതവിശ്വാസികളുടെ അങ്ങനെയുള്ളതൊന്നും നമുക്ക് ഈ ഒരു ഏരിയയിൽ വന്നാൽ കാണാൻ പറ്റില്ല. അതിനൊരു കാരണം വെച്ചെങ്കിൽ പണ്ട് ചൈനീസ് അധിനിവേശം ഉണ്ടായപ്പോൾ തിബറ്റിൽ നിന്ന് ചാടി വന്നിട്ടുള്ള ആൾക്കാരാണ്, അതായത് അവിടെ നിന്ന് കയറി വന്നിട്ടുള്ള ആൾക്കാരാണ് ഈ ഒരു ഏരിയയിൽ അധികം താമസിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് കാസ മൊണാസ്ട്രിയും കോമിക് മൊണാസ്ട്രിയുടെയും ഒക്കെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ. അപ്പോൾ എൻ്റെ ഈ ഒരു കൊച്ചു വീഡിയോ നിങ്ങൾക്ക് എവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. കൂടാതെ ഇതുവരെ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ആദ്യമായിട്ട് കാണുന്നവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത ഒരു കൊച്ചു വീഡിയോ ആയിട്ട് വരുന്നത് വരെ നിങ്ങൾക്ക് എവർക്കും നന്ദി, നമസ്കാരം.